ഫ്രണ്ട്സ്, ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്ക് എക്ഫോ മെഷീനിൽ ഒരു സിമ്പിൾ ടെക്നിക്കോട് കൂടി സിമ്പിളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ കൺസീലർ സിബ് നമ്മളുടെ എല്ലാ ഫ്രോക്കുകളിലും പിടിപ്പിക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ബാക്ക് പോർഷൻ ആണ് ഇത്. ബാക്ക് പോർഷനിൽ നമ്മളൊരു 1 ഇഞ്ച് കൂടുതൽ വിട്ടിട്ടാണ് നമ്മൾ ബാക്ക് സൈഡിൽ നെക്ക് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 5.5 ഇഞ്ചൊക്കെ മതി. നമ്മളിതാ ഒരു 6.5, 7, 6.75 ആ ഒരു റേഞ്ചിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നല്ല വശം എടുക്കുക. അപ്പം ഇതാണ് ഫ്രണ്ട് പോർഷൻ, ഇത് ബാക്ക് സൈഡ്. അപ്പോൾ ബാക്ക് സൈഡ് അതുപോലെ തന്നെ നമ്മൾ ആ നടുക്ക് കൂടെ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ സ്റ്റിച്ച് ചെയ്തും എടുത്തിട്ടുണ്ട്. കാരണം ഇത് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം 3 ലെയർ ഓഫ് മെറ്റീരിയൽസ് ആണ് ഇത്. ലൈനിങ് പീസ് ഉണ്ട്, സാറ്റിൻ മെറ്റീരിയൽ ഉണ്ട്, പിന്നെ നമ്മുടെ ഡിസൈനർ പീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതാ നെക്ക് ലൈൻ ഒന്നും നമ്മൾ എന്ന് വെച്ചാൽ പതിച്ചടിച്ചിട്ടില്ല കേട്ടോ. കാരണം ഇങ്ങനെയുള്ള ബ്രൊക്കേറ്റ് പീസുകളിൽ നെക്ക് ലൈൻ നമ്മൾ അങ്ങനെ പതിച്ചടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി, ഒരു പെർഫെക്ഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ആകെ പതിച്ചടിച്ചേക്കുന്നത് ഈ കൺസീലർ സിബ് വയ്ക്കാൻ പോകുന്ന ഈ ബാക്ക് പോർഷൻ്റെ ആ ഒരു എഡ്ജ് മാത്രമാണ് പതിച്ചടിച്ചേക്കുന്നത്. ഇനി നമ്മളിതാ ഇവിടെ ഒരു 1 ഇഞ്ച് വിട്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുവാണ്. കാരണം അത്രയും ഇങ്ങനെ ഉള്ളിലേക്ക് കയറി, അതായത് ഇങ്ങനെ മടങ്ങി ആ ഒരു സിബ് വരണം. എന്നാൽ മാത്രമാണ് നമ്മുടെ കഴുത്ത് ഒതുങ്ങിയിരിക്കത്തുള്ളൂ. അപ്പം അല്ലെങ്കിൽ ഇത് കണ്ടോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ മലന്ന് പോകുന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒതുങ്ങിയിരിക്കത്തക്ക രീതിയിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. കാരണം അപ്പോൾ ആ ലൈൻ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ്, അല്ലെങ്കിൽ നമ്മൾ സിബ് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ചെരിഞ്ഞൊക്കെ പോകും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു ലൈൻ നീട്ടി ഇങ്ങോട്ട് വരച്ചൊന്ന് കൊടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതാ ഞാൻ കൺസീൽഡ് സിബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് YKKയുടെ സിബാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് തന്നെ 30 രൂപ പെർ പീസിന് വരുന്നുണ്ട്. അതായത് ഈ കൺസീൽഡ് സിബ് മാത്രം നമ്മൾ വാങ്ങിക്കുമ്പോഴേ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളത് വാങ്ങിക്കണം. കാരണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോരും. കൺസീൽഡ് സിബ് പൊട്ടിപ്പോന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ YKKയുടെയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. കൺസീൽഡ് സിബ് 30 റുപ്പീസാണ് പെർ പീസിന് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൂട്ട് നമ്മളൊന്ന് ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഫൂട്ടല്ല ഉപയോഗിക്കേണ്ടത്. ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു ഫൂട്ട് നമുക്ക് കിട്ടും. അതാ ഇതിൻ്റെ ഈ ബാക്ക് വശം ഇങ്ങനെയായിരിക്കും, ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് ഇത് 2 കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പം ഇങ്ങനെ പോകുന്ന ഒരു ഫൂട്ടാണ്. അപ്പം ഇത് എൻ്റെ പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക്കിന് റേറ്റ് കുറവാണ്. ഇതിൻ്റെ തന്നെ സ്റ്റീലും കിട്ടും കേട്ടോ. സ്റ്റീലിന് കുറച്ച് റേറ്റും ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും അങ്ങനെ യൂസ് ഇല്ലാത്തവർ ഈ പ്ലാസ്റ്റിക് വാങ്ങിച്ചാൽ മതി. അത് ഇപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതിതാ ഇതിലേക്ക് കയറ്റി വച്ചൊന്ന് ഫിക്സ് ചെയ്യുവാണ്. ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ സൂചി കണ്ടില്ലേ, പയ്യൊന്ന് ഇറക്കി നോക്കണം കേട്ടോ. കണ്ടില്ലേ, ആ ഹോളിലേക്ക്, അതിൻ്റെ ആ കറക്റ്റ് ഹോളിലേക്ക് വീഴണം. പിന്നെ നമ്മളിതാ ഇതൊന്ന് ഈ സ്ക്രൂ ഇവിടെ ഉള്ളതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ കറക്റ്റായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ദാ ഒന്ന് ഈ കേഴ്സർ ഒന്ന് പൊക്കി നോക്കണം. കണ്ടില്ലേ, കറക്റ്റ് ആ സൂചി അതിൻ്റെ ആ ഹോളിലേക്ക് ഇറങ്ങുന്നുണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മളത് ഫിക്സ് ചെയ്തിരിക്കണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് കേട്ടോ. ദാ കൺസീൽഡ് സിബ് നമ്മൾ എടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വശം എടുക്കുവാണ്. ആദ്യമായിട്ട് ദാ ഈ ഒരു സിബ് ഇങ്ങനെ ഒന്ന് അഴിച്ചു, ജസ്റ്റ് അഴിച്ചെടുത്തു. അതിനുശേഷം ഈ ബാക്ക് വശത്തേക്ക് ഇങ്ങനെ വച്ചിട്ട് നമ്മൾ വച്ചു. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഈ ലൈനിൽ ഒന്ന് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിനൊരു എഡ്ജ് ഉണ്ടല്ലോ, ആ ഒരു ലോക്കുണ്ട് സിബിൻ്റെ. അപ്പോൾ ആ ലോക്ക് സിബിൻ്റെ ഈ ലോക്കുണ്ട്. അപ്പോൾ ഈ ലോക്ക് ജസ്റ്റ് ഈ മുകളിൽ വരത്തക്ക രീതിയിൽ, അത് കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടി വിട്ടിട്ടുണ്ട്, അങ്ങനെയാണ് വച്ചേക്കുന്നത്. ഇതൊന്ന് വിടത്തിയെടുക്കുക. കണ്ടോ, ഇതൊന്ന് വിടത്തിയെടുക്കേണ്ട ആവശ്യകതയുണ്ട് സിബ്. അതിനുശേഷം ഇതിൻ്റെ ഇതിലേക്ക് ഈ ഒരു സിബിൻ്റെ ഈ ഒരു വശത്തേക്ക് ഒന്ന് പതിയെ കയറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ലൈൻ കറക്റ്റായിട്ടൊന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ കയറ്റി കൊടുത്തു. ഒന്നിങ്ങനെ ഒന്ന് തുറന്നൊന്ന് പിടിക്കാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊന്ന് അടിച്ചു നോക്കി. ഞാൻ അവിടെ ഒരു ലോക്ക് ഇട്ടു കേട്ടോ, കെട്ടിട്ടു. കാരണം ഇത് സിബ് വരുന്ന സ്ഥലമല്ലേ. അപ്പോൾ അവിടെ ഒന്ന് ലോക്ക് ഇട്ടു.
ഇതാ നമ്മളിതിങ്ങനെ അഴിച്ച് കറക്റ്റായിട്ട് ആ ലൈനിൽ പിടിച്ചിട്ടുണ്ട്. വളരെ സ്പീഡിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം. കണ്ടില്ലേ, ഒന്ന് ബാക്ക് സൈഡ് ഇടയ്ക്ക് നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഈ സ്റ്റിച്ച് വീണേക്കുന്നത് നമ്മൾ ഒന്ന് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഇതിലേക്ക് കയറി വീണിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പം എന്തായാലും ഓക്കെയാണ്. അതിന് ശേഷം ഇങ്ങനെ കറക്റ്റ് പിടിച്ചിട്ട് നമ്മൾ അടിച്ചു പോരുവാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിബ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇട്ട് നോക്കുക. അതിനുശേഷം നമ്മളിതാ ഈ സിബ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കുക. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് സിബ് വരേണ്ടത്. പക്ഷേ ഈ എഡ്ജ് ഉള്ളിൽ പോകുകയും വേണം. അപ്പം എന്താ ചെയ്യേണ്ടത്, ഈ വശം ഉള്ളിലേക്ക് പോകണമല്ലോ. നമ്മൾ ഇത് നേരെ തിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോഴും വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഈ സിബിൻ്റെ ഈ വശം വച്ചില്ലേ, ആ വശം തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങിയും പോകും സിബ്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇത് എത്രയാണോ ലോക്കിന്ന് വിട്ടേക്കുന്ന ആ ഒരു കറക്റ്റ് ഗ്യാപ്പ് തന്നെ ഇവിടെയും വിടുക കേട്ടോ. ഇവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ലോക്കിന്ന് വിട്ടത്, അതായത് ഈ ലോക്ക്, ഇവിടെ ഒരു ലോക്ക് ഉണ്ടല്ലോ സിബിൻ്റെ, ആ ലോക്കിന്ന് എത്രയാണോ വിട്ടത് ഇതിലേക്ക് ഇത്രയൊരു ഗ്യാപ്പ് വരുന്നില്ലേ, ആ ഗ്യാപ്പ് തന്നെ ഇവിടെയും ലോക്കിന്ന് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അത് ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം വീണ്ടും ലൈനിൽ വെച്ചിട്ട് ഇതൊന്ന് പയ്യെ ഒന്ന് തുറന്നു പിടിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ, അതായത് റൈറ്റും ലെഫ്റ്റും ഉണ്ട്. ആദ്യം നമ്മൾ കയറ്റിയത് ഇവിടെയാണ് കേട്ടോ സിബ്. ഇപ്പുറം നമ്മൾ കയറ്റിയില്ലായിരുന്നു. ഇപ്പം നമ്മൾ കയറ്റിയിരിക്കുന്നത് ഈ വശത്താണ്. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ ലോക്ക് ഇട്ടു. അതിനുശേഷം സിബ് ഒന്ന് ഫുള്ളായിട്ട് അഴിച്ചു. ഒരു സെക്കൻഡ് ഞാൻ കട്ട് ചെയ്യാം. വളരെ സിമ്പിളാണ് കേട്ടോ കൂട്ടുകാരെ. നമുക്കൊരു പേടി, എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ് ഈ കൺസീൽഡ് സിബ് വയ്ക്കലെന്ന് പറഞ്ഞാൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് കാര്യമാണ് എന്നുള്ളൊരിത്. ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് സിബ് ഇട്ട് നോക്കുകയാണ്. അപ്പോൾ ഇടാൻ നേരത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇടയിൽ വല്ലയിടത്തും ഒക്കെ നൂലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. കാരണം വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കുഴപ്പം വരാം. അതുകൊണ്ട് കണ്ടില്ലേ, ഇപ്പം കറക്റ്റായിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ആ എഡ്ജ് കണ്ടില്ലേ കൂട്ടുകാർ, കറക്റ്റ് ആ പോയിന്റ് വന്നു. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ തയ്ച്ച് വെച്ചേക്കുന്നത് കറക്റ്റായിട്ട് വരണം, പാരലൽ. ഇത് ബാക്ക് സൈഡാണ്. ഇപ്പോൾ കറക്റ്റ് റൗണ്ടായിട്ട് നെക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകവശം, ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇനി അകവശം എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പം നമ്മൾ ഈ ഒരു പോർഷൻ പൊങ്ങി നിൽക്കുന്നുണ്ട്. അത് നേരെ ഈ ലൈനിങ് പീസ്, അതായത് ഈ ക്ലോത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഈ ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് വച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് വച്ചിട്ട്, ഒന്നില്ലെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് സൂചി നൂലും ഉപയോഗിച്ച് ഒരു ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് പോകാം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. ഇനി അല്ല, ചില ഡിസൈനർ ബൂട്ടിക്കിൽ നമ്മളിത് കാണത്തേയില്ല, സിബ് കാണുകയില്ല. അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇത് കുറച്ചും കൂടി നീളത്തിൽ വേണം. അപ്പോൾ നമുക്ക് തിരിച്ച് ഈ സിബിൻ്റെ ഇങ്ങോട്ട് തന്നെ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. കണ്ടോ, അപ്പം സിബ് ഒട്ടും കാണില്ല. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരുപോലെ തന്നെ വരും. കണ്ടില്ലേ, ഇങ്ങനെ വരും. ജസ്റ്റ് ഈ ഒരു ഭാഗം, ഈ ഒരു റണ്ണർ പോകുന്ന ഈ ഒരു സിബിൻ്റെ ഭാഗം മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയാണ് എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് വച്ചിട്ട് നമുക്കിവിടെ ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ സിബിൻ്റെ പരിപാടി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റിച്ചിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കൺസീൽഡ് സിബ് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഈ സീക്വൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ചൊരു ബുദ്ധിമുട്ട്. കണ്ടില്ലേ, സീക്വൻസിൽ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരുന്നത്. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ കൺസീൽഡ് സിബ് വയ്ക്കുന്ന വീഡിയോ ആണിത് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് കാണാം.